Eda, what's your advice to upcoming artists who are struggling? അവരോട് ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തോളൂ. അല്ലാണ്ട് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടോ? പേഴ്സണലി ചോദിച്ചാണ്, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ്. റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അല്ല, അങ്ങനെയാണ് മൈക്ക് പിടിക്കണം. ആട് 3 നമ്മൾ തുടങ്ങിയായിരുന്നു. ആൻഡ് വി ഷോട്ട് ഫോർ 10 days. പാലക്കാടായിരുന്നു. കുതിരകളും ആടുകളും കാളകളും കോഴികളും 300 ആർട്ടിസ്റ്റുകളും ഒക്കെ ഉള്ളൊരു ഷൂട്ടായിരുന്നു. വൈഫിനോ പുള്ളിക്കാരത്തേക്ക് ഏതെങ്കിലും ഫേവറേറ്റ് ക്യാരക്ടർ? എന്റെ നല്ല ക്രിട്ടിക്കാണ്. ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് ഒന്നും പറയാറില്ല. ആളെ സ്നേഹത്തോടെ എന്താ വിളിക്കുക? അനു. ചക്കരെ പുന്നെ മുത്തേ. ചക്കര അതൊക്കെ ഭയങ്കര ക്രിഞ്ചല്ലേ. ഓ, ഞാൻ വിചാരിച്ച അഭിലാഷത്തിന് ശേഷം എന്തെങ്കിലും. ഇല്ല, ഓൾവേസ് സൈജൂസ് അനു അല്ലേ? അത് അതിൽ തന്നെയുണ്ട്, എല്ലാം അതിൽ തന്നെയുണ്ട്. അപ്പൊ എന്തായാലും വിളിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോഴാണോ പുള്ളിക്കാരത്തി കേട്ടാൽ എന്ത് വിചാരിച്ചേനെ. അപ്പം സൈജു ചേട്ടന്റെ ജാനിന് താങ്ക് യു സോ മച്ച്. ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഇസ് എ വുമൺ എന്ന് താങ്കൾ വീണ്ടും എന്താ പറയാ തെളിയിച്ചിരിക്കുകയാണ്. ചീത്ത കേൾക്കണം, പിന്നെ കമ്മിറ്റ്മെന്റ്സ് കൊടുക്കണം. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കമ്മിറ്റ്മെന്റ്സ് ഫുൾഫിൽ ആയില്ലെങ്കിൽ പിന്നെ അതിന്റെ ചീത്ത വേറെ. കുറച്ച് പ്രയാസപ്പെട്ട ജേർണി തന്നെയായിരുന്നു. തലേ ദിവസം രാത്രിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് എന്റെ മുടി ഞാൻ സെറ്റ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് രാവിലെ ഒരു അനങ്ങാണ്ട് ഇങ്ങനെ കിടന്നുറങ്ങി. ഇങ്ങനെ ഏതായാലും മുടി വികൃതമാവും, പിന്നെ അത് പ്രശ്നമാവും. എന്നിട്ട് മെയിൽ മാത്രം കഴിയിട്ട് ഞാൻ ദുബായിൽ വന്നു. ഞാനായിരിക്കും മെയിൽ മാത്രം കഴിയിട്ട് ദുബായിൽ വന്ന ഏകയാണ്. ഹരിച്ചേട്ടൻ വിളിച്ചുകൊണ്ട് മാത്രമേ വന്നു, അല്ലെങ്കിൽ ഞാനത് സ്കിപ്പ് ചെയ്തേനെ. Definitely is very important. Very valuable. Okay. So my biggest problem was that I didn't know how to act. Okay. Really? കുറച്ച് ക്യൂരിയോസിറ്റി മൂത്തൊന്ന് നിയർ ബൈ ആയിട്ട് പറയൂ. റിയലി? Because I was not very passionate about cinema. കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ അഭിനയിക്കാനൊന്നും അങ്ങനെയുള്ളൊരു പാഷനൊന്നും ഇല്ലായിരുന്നു. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വലിയ വണ്ടിയാണ്. ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആയാൽ പ്രശ്നമാണ്. അപ്പൊ അതിന്റെ പാരലായിട്ട് നമ്മൾ ഒരു ചെറിയ വണ്ടിയും കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ ഇത് ബ്രേക്ക് ഡൗൺ ആയാലും മറ്റേലേക്ക് ചാടിക്കയറാം. സപ്പോർട്ടിംഗ് റോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളിത് സോ കോൾഡ് സ്റ്റാർ ആകാൻ പോകുന്നില്ല. ഓക്കെ, ഇനിയിപ്പം ഞാൻ പ്രൊട്ടാഗണിസ്റ്റായിട്ട് അഭിനയിച്ചിട്ട് എൻ്റെ ഫിലിംസ് ഹിറ്റ് ആവുകയാണെങ്കിൽ ഞാനത് ആയാൽ എനിക്ക് അതുകൊണ്ട് അയ്യോ എന്തിനാണ് ഞാൻ സ്റ്റാർ ആയ അങ്ങനത്തെ ഫീലിംഗും ഇല്ല. വാട്ട് ഈസ് യുവർ ഡ്രീം എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഇതിൽ ഇറ്റ്സ് എൻ അപ്പ് ആൻഡ് ഡൗൺ ജേർണി അല്ലേ? ഏറ്റവും വലിയ സപ്പോർട്ട്, കോൺസ്റ്റന്റ് സോഴ്സ് ഓഫ് സപ്പോർട്ട് ആരായിരുന്നു ഫാമിലിയിൽ? സോ എൻ്റെ ഫാദറിൽ പറഞ്ഞത്, നിനക്ക് ഇഷ്ടമുള്ള ജോലി നീ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ നീ എന്ത് ജോലി ചെയ്യുന്നു അതിനെ ഇഷ്ടപ്പെടുക. സോ വാട്ട് യു ആർ സെയിങ് ഇസ് ദാറ്റ് ഞാൻ നിന്റെ മോക്കും എൻ്റെ മോക്കും ഓക്കെ ഞാൻ ചെലവിന് കൊടുത്തോളാം, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, ഡോണ്ട് വറി അറ്റ് ഓൾ. അപ്പൊ ഇത്രയും സപ്പോർട്ടായിരുന്നു എനിക്ക്. സോ 3 qualities that define you, സൈജു കുറുപ്പ് എന്ന വ്യക്തിയെ ഡിഫൈൻ ചെയ്യുന്ന 3 qualities which you are very proud of, which you are very happy about, and what is your advice to budding artist? You take risk taker. ഒരു പ്രാവശ്യം റിസ്ക് എടുത്തായിരുന്നു ജോലി വിട്ടിട്ട് സിനിമയിൽ വരാൻ വേണ്ടിയിട്ട്. പക്ഷെ അതല്ലാണ്ട് ഞാൻ ജീവിതത്തിൽ അങ്ങനെ ഒരു റിസ്ക് എടുത്തില്ല. പിന്നെ റിസ്ക് എടുത്തത് അത്, പക്ഷെ അതൊരു വലിയ റിസ്ക് തന്നെയായിരുന്നു. അഭിലാഷം, അയ്യോ, അത് ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ടിക്ടോക്ക് ആയിക്കോട്ടെ, അവിടെ നാട്ടിൽ ടിക്ടോക്ക് ഇല്ലല്ലോ, അത് ട്രെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടയിടുന്ന ഏത് കുട്ടിക്കും കുറച്ചും കൂടെ ഒരു, അതായത് ഏറ്റവും ചെറിയ പിഞ്ചോമിനോട്ട് മുതിർന്ന ആൾ വരെ, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ, ദ വൈബ് ഇറ്റ് ഇസ് ക്രിയേറ്റഡ് ദ ഫീലിംഗ്. പിന്നെ ഏട്ടൻ്റെ ഒരു മലബാർ സ്റ്റൈലുള്ള ഹെയർ സ്റ്റൈലും എല്ലാം കൂടെ ആയിട്ട് ആ റോളിനെ പറ്റി 2 ഡയലോഗ് സിമ്പിൾ ആയിട്ട്, ഹൗ വാസ് ദി എക്സ്പീരിയൻസ്? ഈ ലൈല മജ്നുവിന്റെ കഥയിലെ ലൈലെ വേറൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കും, പക്ഷെ മജ്നുവിന് സ്നേഹിക്കുന്നത് നിർത്താൻ പറ്റില്ലല്ലോ. ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാം, അതത്ര ഞാൻ കൺക്ലൂഡ് ചെയ്തേക്കാം. അപ്പോഴാണ് പെട്ടെന്ന് ഡയലോഗ് വരുന്നത്, എനിക്ക് നിന്റെ ലൈലയാൻ പറ്റില്ല അഭിലാഷ്, എനിക്ക് മനസ്സിലാവുമല്ലോ. അവിടുന്ന് ആ സോങ് അങ്ങ് തുടങ്ങും, കൽവിനകം എന്നുള്ളത്. Vibe with Dr. Apuvilla. I have someone who had faith in sheer talent, who kept his focus, kept going forward, and now is conquering heights. തീർച്ചയായിട്ടും ലൈഫ് ഇസ് എ റോളർ കോസ്റ്റർ റൈഡ്. എവറി സെക്കൻഡ് ഇസ് അൺപ്രഡിക്റ്റബിൾ. പക്ഷേ when you have the dedication and passion for something, you will achieve it.
സോ ഒരു ആഗ്രഹിച്ച കാര്യം ദ യൂണിവേഴ്സ് ഹെൽപ്പ് മീ മാനിഫെസ്റ്റഡ്. ഐ ഹാവ് സൈജു കുറുപ്പ് വിത്ത് മീ. സോ ഹായ് സൈജു ഏട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ അക്സെപ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹൗ വാസ് യുവർ ജേർണി ആൻഡ് വാട്ട് കെപ്റ്റ് യു മോട്ടിവേറ്റ്? ജേർണി എന്താണ്, കുറച്ച് പ്രയാസപ്പെട്ട ജേർണി തന്നെയായിരുന്നു. ഓക്കെ. ആൻഡ് ബ്രേക്ക് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ നമുക്ക് സിനിമകൾ കിട്ടിക്കൊണ്ടിരിക്കും, നമ്മുടെ കഥാപാത്രങ്ങൾ ഇനിയിപ്പം ഒരു പ്രാവശ്യം അക്സെപ്റ്റ് ചെയ്ത കാരണം ഇനിയിപ്പോൾ ബാക്കിയുള്ള കഥാപാത്രങ്ങൾ ഓട്ടോമാറ്റിക്കലി വരുകയും ചെയ്യും, അതങ്ങ് പൊക്കോളും നമ്മൾ വിചാരിക്കും. പക്ഷേ ഇറ്റ് ഡസന്റ് ഹാപ്പൻ ലൈക്ക് ദാറ്റ്. സോ പെർസിസ്റ്റന്റ് ആയിട്ട് എന്നെ ഇതിനകത്ത് നിർത്താൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ കോർപ്പറേറ്റിൽ ഐ വാസ് വർക്കിംഗ് ഇൻ സെയിൽസ്, ആൻഡ് സെയിൽസ് വാസ് ഐ തിങ്ക് ഫോർ മീ ഇറ്റ് വാസ് മച്ച് ഡിഫിക്കൽട്ട് ദാൻ ദിസ് ജോബ്. ഓക്കെ. ഇവിടെ ഇപ്പം നമുക്ക് നമ്മൾ ഫ്രീലാൻസ് ആണല്ലോ ചെയ്യുന്നത്. അതെ. നമ്മളൊരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ വിളിക്കുന്നു, ആ സമയത്ത് അതിൽ പോയി അഭിനയിക്കുന്നു, അതായിട്ട് പിന്നെ നമ്മൾ You വീട്ടിലേക്ക് wait. മറ്റേത് എല്ലാ ദിവസവും ഓഫീസിൽ പോകണം, ബോസിന്റെ ചീത്ത കേൾക്കണം, പിന്നെ കമ്മിറ്റ്മെന്റ്സ് കൊടുക്കണം. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കമ്മിറ്റ്മെന്റ്സ് ഫുൾഫിൽ ആയില്ലെങ്കിൽ പിന്നെ അതിന്റെ ചീത്ത വേറെ, അതെ. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് അടുത്ത ദിവസത്തെ കമ്മിറ്റ്മെന്റ്സ് കൊടുക്കണം. അപ്പൊ ഇങ്ങനെ അങ്ങ് പോകും അത്. അപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഹെൽത്തും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ ഐ തോട്ട് ദാറ്റ് എനിക്ക് ദൈവമായിട്ടൊരു വഴി കാണിച്ചു തന്നു. ഓക്കെ. സോ മൈ ബിഗസ്റ്റ് പ്രോബ്ലം വാസ് ദാറ്റ് ഐ ഡിഡ്ന്റ് നോ ഹൗ ടു ആക്ട്. ഓക്കെ. റിയലി? പക്ഷേ കുറച്ച് ക്യൂരിയോസിറ്റി മൂത്തൊന്ന് നിയർ ബൈ ആയിട്ട് പറയൂ. റിയലി? ഐ ഡിഡ്ന്റ് നോ. ഓക്കെ. അപ്പം ആൾക്കാർക്ക്, ഓഡിയൻസിനും എന്നോടൊരു കണക്ട് ഒന്നും ഫീൽ ചെയ്യില്ലായിരുന്നു. അങ്ങനെയാണല്ലോ. പക്ഷേ ഞാൻ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് മൊത്തം ദൈവത്തിനെയാണ്. ദൈവത്തിനോട് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന, ഞാൻ ചോദിക്കും ദൈവത്തിനൊക്കെ എന്നെ പിന്നെ എന്തിനാണ് ഈ സിനിമയിലേക്ക് എത്തിച്ചത്. പിന്നെ ബാക്ക് ഓഫ് ദ മൈൻഡ് ഒരു ഇതുണ്ടായിരുന്നു, ദൈവം എന്നെ അവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്തെങ്കിലും കണ്ടു കാണുമെന്ന് വെച്ചാൽ, ബിക്കോസ് ഐ വാസ് ഏർണിംഗ് വെൽ ഇൻ എയർടെൽ വെൻ ഐ വാസ് വർക്കിംഗ് ദേർ, ആൻഡ് ദെൻ ഐ മൂവ് ടു BPL മൊബൈൽ ഓൾസോ. ബട്ട് എന്തിനാണ് ആ ഇടയ്ക്ക് വെച്ച് സിനിമ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്? ബിക്കോസ് ഐ വാസ് നോട്ട് വെരി പാഷനറ്റ് അബൌട്ട് സിനിമ. കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ അഭിനയിക്കാനൊന്നും അങ്ങനെയുള്ളൊരു പാഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ സിനിമയിലേക്ക് വരികയും ചെയ്തു. പിന്നെ 1.5 വർഷം കണ്ട് ഞാൻ പിന്നെ കണ്ടിന്യൂ ചെയ്തു ജോലി. അപ്പോഴത്തേക്കും ഞാൻ സിനിമകൾ ചെയ്യുന്നില്ലെന്ന് ഓർത്ത് എന്നെ വിളിക്കേണ്ടായി ആൾക്കാർ. പിന്നെ ഞാൻ ഒരു സമയത്ത് ഡിസൈഡ് ചെയ്തു, യെസ്, എന്താണ്, ഐ എം ഡെസ്റ്റിൻഡ് ഫോർ ദിസ്. പക്ഷെ അത് ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് സിനിമകളില്ല. പിന്നെ ചാൻസി ചോദിക്കൽ, അന്ന് പിന്നെ ഈ വാട്സാപ്പ് ഒന്നും ഇല്ലല്ലോ. നമുക്ക് ഇപ്പം ഞാൻ ആരാണെന്ന് എൻ്റെ മുഖം പെട്ടെന്നൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഫോട്ടോസ് അയക്കാൻ, അല്ലെങ്കിൽ വാട്സാപ്പ് പ്രൊഫൈൽ ഫോട്ടോ ഒന്നും ഇല്ല. പക്ഷേ ഒരു ഗുണം എന്തായിരുന്നു വെച്ചാൽ, മെജോറിറ്റി ആൾക്കാരെ ഞാൻ വിളിച്ച് ചാൻസ് ചോദിക്കുമ്പോഴത്തേക്കും, സിൻസ് ഐ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡയറക്ടർ ഹരിഹരൻ ആൻഡ് ഹി വാസ് എ ലെജൻഡ് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി, അതുകൊണ്ട് ആൾക്കാരെ നോട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് എവിടെയോ ഒരു ബ്ലെസ്സിംഗ് ഉണ്ട്. ഓക്കെ, സൈജു കുറുപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അയാളുടെ മുഖം ഇങ്ങനെയാണെന്നുള്ളത് അവർക്ക് ഓർമ്മ വരുമായിരുന്നു. അപ്പോൾ അതൊരു വലിയ ബ്ലെസ്സിംഗ് ആയിരുന്നു. ദെൻ അൾട്ടിമേറ്റ്ലി ട്രിവാൻഡ്രം ലോഡ്ജ് ഹാപ്പൻഡ് ആൻഡ് ഐ ഗോട്ട് എ ബ്രേക്ക്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും എല്ലാ 2 മാസം കൂടുമ്പോഴത്തേക്കും എൻ്റെ ഏതെങ്കിലും ഒരു സിനിമ വരുന്നുണ്ട്, ഐദർ ആസ് എ പ്രൊട്ടാഗനിസ്റ്റ് ഓർ എ ക്യാരക്ടർ റോൾ. But it's not that I am getting lot of offers, and I'm getting plenty of offers as a protagonist. Okay. But my main thing is that I should do supporting role. Sure. But supporting role I am not getting. Okay. അത് വല്ലപ്പോഴും വരുന്നുണ്ടോ? അതാണ്. Yes. അതിന്റെ കാരണം എന്ന് വെച്ചാൽ, ഈ പ്രൊട്ടാഗനിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വലിയ വണ്ടിയാണ്. ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആയാൽ പ്രശ്നമാണ്. അപ്പൊ അതിന്റെ പാരലായിട്ട് നമ്മൾ ഒരു ചെറിയ വണ്ടിയും കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ ഇത് ബ്രേക്ക് ഡൗൺ ആയാലും മറ്റേലേക്ക് ചാടിക്കയറാം. മറ്റേല്ലെങ്കിൽ ഈ വലിയ വണ്ടി പോണ സമയത്ത് ഇത് എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയാലെങ്കിൽ താഴത്ത് വീണ് പോയാൽ കഴിഞ്ഞു, പിന്നെ അവിടെ കരിയർ തീർന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എനിക്ക് സപ്പോർട്ടിംഗ് റോൾ ചെയ്യാൻ താല്പര്യം. ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ബി ദ സോ കോൾഡ് ബിഗ് സ്റ്റാർ ആൻഡ് ഓൾ. ഇത് എനിക്ക് പാഷനാണ്, പക്ഷെ ഇത് എൻ്റെ ജോലിയായിട്ടാണ് ഞാൻ വച്ചിരിക്കുന്നത്. ഇത് എനിക്ക് ഹെൽത്ത് ഉള്ള അത്രയും കാലം എനിക്ക് ഈ ജോലി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് സപ്പോർട്ടിംഗ് റോളിലേക്ക് എനിക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ. സപ്പോർട്ടിംഗ് റോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളിത് സോ കോൾഡ് സ്റ്റാർ ആകാൻ പോകുന്നില്ല. ഓക്കെ, ഇനിയിപ്പം ഞാൻ പ്രൊട്ടാഗനിസ്റ്റായിട്ട് അഭിനയിച്ചിട്ട് എൻ്റെ ഫിലിംസ് ഹിറ്റ് ആവുകയാണെങ്കിൽ ഞാനത് ആയാൽ എനിക്ക് അതുകൊണ്ട് അയ്യോ എന്തിനാണ് ഞാൻ സ്റ്റാർ ആയ അങ്ങനത്തെ ഫീലിംഗും ഇല്ല. ബട്ട് റൈറ്റ് നൗ കണ്ടന്റഡ് ആണ്, പക്ഷേ ഇങ്ങനെ ആഗ്രഹവുമുണ്ട്. എനിക്ക് ആഗ്രഹം ഇതാണ്, നമുക്ക് ഈ
എന്താണ് വലിയ സ്വപ്നങ്ങളില്ല. ഇല്ല, സ്വപ്നങ്ങളുണ്ട്, അതെ. അപ്പൊ ആ സ്വപ്നങ്ങളുടെ കൂടെ ദൈവം നിൽക്കുമെന്നാണ് പ്രതീക്ഷ. ബ്യൂട്ടിഫുൾ, വെൽ സെഡ്. ഇനിയും സിമ്പിൾ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഡ്രീം എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഇതിൽ ഇറ്റ്സ് എൻ അപ്പ് ആൻഡ് ഡൗൺ ജേർണി അല്ലേ? ഏറ്റവും വലിയ സപ്പോർട്ട്, കോൺസ്റ്റന്റ് സോഴ്സ് ഓഫ് സപ്പോർട്ട് ആരായിരുന്നു ഫാമിലിയിൽ? എൻ്റെ വൈഫ് തന്നെയായിരുന്നു ഏറ്റവും വലിയ സപ്പോർട്ട്. പിന്നെ വൈഫിന്റെ പാരന്റ്സ്, മൈ ഇൻലോസ്, അവര് ലവ് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ് ആയിരുന്നു. ആൻഡ് എൻ്റെ ഫാദർ ഇൻ ലോ, വി കോൾ ഹിം ഡാഡി. ഡാഡി എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, എൻ്റെ മകള് കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മരുമകനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് സംശയമാണ്. എന്ന് വെച്ചാൽ അത്രയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി വാസ് എ ഗായ് ഹു വാസ് എ കേർണൽ ഇൻ ദ ആർമി. ഹി ഗോട്ട് റിട്ടയർഡ്. നൗ ഈസ് നോ മോർ. So when I took the decision that I will quit my job and I will go into movies. So that time ഞാൻ പെർമിഷൻ അല്ല, പക്ഷെ എല്ലാവരോടും ഞാൻ പറയുമായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പോവുകയാണ്. സോ മൈ ഫാദർ വാസ് സെയിങ് ദാറ്റ് വളരെ ആലോചിച്ച് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ജോലി വേണം, നമ്മൾ പട്ടിണി കിടക്കരുതല്ലോ, നമ്മുടെ ഭാവി. സോ എൻ്റെ ഫാദറിൽ പറഞ്ഞത്, നിനക്ക് ഇഷ്ടമുള്ള ജോലി നീ ചെയ്യ്, അല്ലെങ്കിൽ പിന്നെ നീ എന്ത് ജോലി ചെയ്യുന്നു അതിനെ ഇഷ്ടപ്പെടുക. അത് വർക്കൗട്ട് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള ജോലി ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, അപ്പൊ അന്ന് എനിക്ക് മോളായി കഴിഞ്ഞായിരുന്നു. സോ വാട്ട് യു ആർ സെയിങ് ഇസ് ദാറ്റ് ഞാൻ നിന്റെ മോക്കും എൻ്റെ മോക്കും ഓക്കെ ഞാൻ ചെലവിന് കൊടുത്തോളാം, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, ഡോണ്ട് വറി അറ്റ് ഓൾ. അപ്പൊ ഇത്രയും സപ്പോർട്ടായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ അങ്ങനെ ഒരു ഫിനാൻഷ്യലി എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒക്കെ കാശൊന്നും മേടിക്കേണ്ടി വന്നിട്ടില്ല, ദൈവാനുഗ്രഹിച്ച്. ബിക്കോസ് ഞാൻ ഒരു ഭയങ്കര ഓവർ പാർട്ടിങ് ആയിട്ടുള്ള ആളോ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളോ അതൊന്നും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം എനിക്ക് സേവിങ്സ് ഉണ്ടായിരുന്നു. ഐ വാസ് വർക്കിംഗ് ഇൻ കോർപ്പറേറ്റ്. പിന്നെ മൈ വൈഫ് വാസ് ഓൾസോ വർക്കിംഗ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഭീകര ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു മോറൽ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു ഡാഡിയുടെ. ആൻഡ് ഐ യൂസ് ടു സ്റ്റേ വിത്ത് ദം almost 4 to 5 years. I used to live with them. Oh, super. And he never called me Saiju. He always called me son. House. And he was bedridden for 1 year. And ആ സമയത്ത് we all accepted that എന്താണ് ഉടനെ തന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ഡാഡി പോകുമെന്നുള്ള നമുക്കറിയായിരുന്നു. ആൻഡ് ആ സമയത്ത് I was the only one who cried. അത്രയ്ക്ക് സ്നേഹമായിരുന്നു, അത് ഭയങ്കര അത്രയ്ക്ക് ബോണ്ടിങ് ആയിരുന്നു ഞങ്ങൾ തമ്മിൽ. So ഡാഡിയും പിന്നെ മമ്മിയും Okay, and now at a concluding, if I ask you to define yourself in 3 words, and my question, അടുത്ത ക്വസ്റ്റ്യൻ കൂടെ അങ്ങ് അറ്റാച്ച് ചെയ്തേക്കാം, യുവർ അഡ്വൈസ് ടു ബഡിങ് ആർട്ടിസ്റ്റ്. ഇത് ഒരുപാട് പേരുടെ സ്വപ്നമാണ്. ഇതിന്റെ ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ 1 2 അല്ല, ഓരോ കടമ്പകളാണ്, കൺസിസ്റ്റന്റ് അല്ല. ആൻഡ് ഇപ്പം യു ഹാഡ് ഫാമിലി സപ്പോർട്ട് അറ്റ്ലീസ്റ്റ്. ഒത്തിരി പേരെ നിരുത്സാഹപ്പെടുത്താൻ ചുറ്റുപറ്റത്തുള്ള എല്ലാവരും ഉണ്ടാവും. അതിപ്പോൾ ഏതൊരു ആർട്ടിസ്റ്റും റെസ്പെക്റ്റീവ് ഫീൽഡിൽ ഫേസ് ചെയ്യുന്നൊരു കാര്യം. സോ 3 ക്വാളിറ്റീസ് ദാറ്റ് ഡിഫൈൻ യു, സൈജു കുറുപ്പ് എന്ന വ്യക്തിയെ ഡിഫൈൻ ചെയ്യുന്ന 3 ക്വാളിറ്റീസ് വിച്ച് യു വെരി പ്രൗഡ് ഓഫ്, വിച്ച് വെരി ഹാപ്പി അബൌട്ട്, ആൻഡ് വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു ബഡിങ് ആർട്ടിസ്റ്റ്? Number 1 is punctuality. I respect punctual people. Good. And I respect myself for being punctual each time. Okay, very good. And I feel irritated with me when I reach on time and people haven't reached. Okay. So that's a problem with me. And second thing, I am disciplined. ഞാൻ ഒരു പരിധി വരെ ഞാൻ ഡിസിപ്ലിൻഡ് ആണ്. ഞാൻ ഭയങ്കര പ്രൊഫഷണൽ ആണ്. ഞാൻ റിലേഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, റിലേഷൻസിന് വാല്യൂ ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് തേർഡ് ക്വാളിറ്റി ഞെട്ടിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. ഞെട്ടിപ്പിക്കുന്ന ക്വാളിറ്റീസ് ഒരിക്കലും ഞെട്ടിപ്പിക്കാറില്ല. നമ്മുടെ ഈ മോശം കാര്യങ്ങളാണ് ഞെട്ടിപ്പിക്കുന്നത്, ക്വാളിറ്റീസ് ഞെട്ടില്ല. മൂന്നാമത്തത് ഓക്കെ, അത് ഹാർഡ് വർക്കിംഗ് ആണെന്നാണോ? അല്ലല്ല, അങ്ങനെ അത്ര ഹാർഡ് വർക്കിംഗ് അല്ല. പിന്നെ അത് കൂടാണ്ട് ആംബിഷ്യസും അല്ല, ഞാൻ ഹാർഡ് വർക്കിംഗും അല്ല. ഒരു പ്രാവശ്യം റിസ്ക് എടുത്തായിരുന്നു ജോലി വിട്ടിട്ട് സിനിമയിൽ വരാൻ വേണ്ടിയിട്ട്. പക്ഷെ അതല്ലാണ്ട് ഞാൻ ജീവിതത്തിൽ അങ്ങനെ ഒരു റിസ്ക് എടുത്തില്ല. പിന്നെ റിസ്ക് എടുത്തത് അത്, പക്ഷെ അതൊരു വലിയ റിസ്ക് തന്നെയായിരുന്നു. കാരണം എനിക്ക് പ്രൊട്ടാഗനിസ്റ്റ്
ദ സോ കോൾഡ് ഹീറോ റോൾസ് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആദ്യമൊക്കെ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. മനസ്സിലായി, ഞാൻ കുറെ പേരെ കണ്ടിട്ടുണ്ട്, 1-2 പടത്തിൽ ഹീറോ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു സപ്പോർട്ടിംഗ് റോളിനും വിളിക്കില്ല, അവർക്ക് കുറയും ചാൻസസ്. അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് ഉപചാരപൂർവ്വം ഗുണ്ടജൻ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ട് എനിക്ക് അത് റിജക്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ അത് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വരാൻ തുടങ്ങി. ഇപ്പം അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അൾട്ടിമേറ്റ്ലി ആ റിസ്ക് എടുത്തിട്ട് ആക്ച്വലി റിസ്ക് നല്ലതാണ്, എടുത്തത് നല്ലതാണ്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അതങ്ങ് വർക്കൗട്ട് ആവുന്നില്ല. ഞാൻ വിചാരിച്ചത് ഈ വലിയ വണ്ടി ചെറിയ വണ്ടികൾ ഒരുമിച്ച് പാരലായിട്ട് കൊണ്ടുപോകാന്നാണ് വിചാരിച്ചത്. പക്ഷെ ദൈവം ചിലപ്പോൾ വിചാരിച്ചു കാണും 2 വണ്ടിയും കൂടെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാല് അത് ചിലപ്പോ ഏതെങ്കിലും പോയി ആക്സിഡന്റ് ആവും. അവരോട് ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തോളൂ. അല്ലാണ്ട് പറഞ്ഞ ബാങ്ക് ബാലൻസ് ഇല്ലാണ്ട് നിങ്ങൾ ഇവിടെ മറ്റേ പണ്ട് പറഞ്ഞ പോലെ എന്നുവെച്ചാല് നമ്മള് ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ നമുക്ക് വേറൊരു ജോലി ഇല്ലെങ്കിൽ നമ്മൾ പെർസിസ്റ്റന്റ് ആവില്ല. ഇപ്പൊ ഞാൻ പെർസിസ്റ്റന്റ് ആയിരുന്നു വെച്ചാല് ഞാൻ പട്ടിണിയല്ലായിരുന്നു. ബിക്കോസ് എൻ്റെ അച്ഛന് പെൻഷൻ ഉണ്ടായിരുന്നു, എൻ്റെ അമ്മായിച്ചന് പെൻഷൻ ഉണ്ടായിരുന്നു, എൻ്റെ വൈഫ് വർക്കിംഗ് ആയിരുന്നു, എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഞാൻ പെർസിസ്റ്റന്റ് ആയിരുന്നു. അല്ലെങ്കിൽ നമ്മൾ മടുക്കും, നമ്മൾ സിനിമ വിടും. സിനിമയെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു സ്നേഹിച്ച ഒരു സാധനത്തിനുണ്ടെങ്കിൽ ആളെ നമ്മൾ ഹേറ്റ് ചെയ്യുമ്പം അത് ഭയങ്കര പ്രശ്നമാണത്, അല്ലേ? സോ സിനിമയെ നിങ്ങൾ വർക്കായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അഡ്വൈസ് തരുന്നത്. അതായത് നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നോളൂ, അല്ലെങ്കിൽ ആ കാശിനുള്ള വകുപ്പ് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങും. ഇടയ്ക്ക് വെച്ച് എന്താണ് എന്നാ പിന്നെ ഹാർഡ് വർക്ക് ആൻഡ് പ്രാക്ടിക്കാലിറ്റി അല്ലേ? അല്ലാണ്ട് ജസ്റ്റ് ഡോണ്ട് ഗോ ബ്ലൈൻഡ്ലി ജമ്പ് എന്നുള്ളത്. ഇനി ബിഫോർ വി കൺക്ലൂഡ്, അഭിലാഷം, അയ്യോ അത് ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ടിക്ടോക്ക് ആയിക്കോട്ടെ, അവിടെ നാട്ടിൽ ടിക്ടോക്ക് ഇല്ലല്ലോ, അത് ട്രെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടയിടുന്ന ഏത് കുട്ടിക്കും കുറച്ചും കൂടെ ഒരു, അതായത് ഏറ്റവും ചെറിയ പിഞ്ചോമിനോട്ട് മുതിർന്ന ആൾ വരെ, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ, ദ വൈബ് ഇറ്റ് ഇസ് ക്രിയേറ്റഡ് ദ ഫീലിംഗ്. പിന്നെ ഏട്ടൻ്റെ ഒരു മലബാർ സ്റ്റൈലുള്ള ഹെയർ സ്റ്റൈലും എല്ലാം കൂടെ ആയിട്ട് ആ റോളിനെ പറ്റി 2 ഡയലോഗ് സിമ്പിൾ ആയിട്ട്, ഹൗ വാസ് ദി എക്സ്പീരിയൻസ്? ഈ സ്റ്റോറി എനിക്ക് വേണ്ടി എഴുതിയ സ്റ്റോറിയാണ്. സോ ഐ ഡിഡ് എ ഷോർട്ട് മൂവി വിത്ത് ദം. ഷോർട്ട് മൂവി മീൻസ് ഒരു ആന്തോളജിയിൽ 4 സ്റ്റോറീസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു സ്റ്റോറി ഈ ഡയറക്ടർ, ഈ മ്യൂസിക് ഡയറക്ടർ, ഈ റൈറ്റർ, ഈ ക്യാമറമാൻ, സെയിം ടീം ഇവരെന്നെ ചെയ്തു. 32 മിനിറ്റ്സ്. അത് ഇപ്പം സൈന മൂവീസിൽ വരും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഐ ലൈക്ക് ദ ടീം. ഇത് മെയിൻ സ്ട്രീമിൽ വന്നതിന് ശേഷമാണ് അല്ല അതിന് മുന്നേ? അതായത് നമ്മളെ മൂവീസിലേക്ക് വന്നിട്ട് ചെയ്ത ഷോർട്ട് ഫിലിം ആണോ ഇത്? അതോ സിനിമ തന്നെയാണ്? സിനിമ തന്നെയാണ്. ഞാൻ 32 മിനിറ്റേ ഉള്ളൂ. 4 മൂവീസ് ഉണ്ട്. എല്ലാം ഹാഫ് ആൻ അവർ ഓൾ ടുഗദർ. ഞാനിപ്പോ 2-3 വർഷം മുമ്പ് ചെയ്തതാ. സോ ഇവരുടെ ആ ടീമിന്റെ ഡെഡിക്കേഷനും ആൻഡ് ടാലന്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു വി ഷുഡ് ഡു എ 2 hour ഫീച്ചർ ഫിലിം. സൂപ്പർ. സോ അവര് തീരുമാനിച്ചതാണ്. ഞാൻ ഇതുവരെയായിട്ട് ചെയ്യാത്ത, ഇപ്പൊ ഞാൻ കോമഡി ചെയ്തിട്ടുണ്ട്, സീരിയസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, ഈ റൊമാൻസ് ആണ് ഞാൻ അധികം പിടിക്കാത്തൊരു ജോണർ. അപ്പൊ അത് പിടിച്ചിട്ടൊരു കഥ എഴുതാന്നുള്ള തീരുമാനമായി. അങ്ങനെയാണ് ഡയറക്ടറും ഷംസു സേബ ആൻഡ് ജനിത് കാച്ചപ്പള്ളി അവര് തീരുമാനിച്ചത് ഇങ്ങനത്തെ ഒരു ജോണറിൽ സൈജി ഗ്രൂപ്പിനെ പ്ലേസ് ചെയ്യാന്ന്. അങ്ങനെ ഒരു കഥ എഴുതി. അപ്പൊ അവർക്ക് ആദ്യം കിട്ടിയത് അതിൻ്റെ അകത്തൊരു സ്മഗ്ലിംഗ് കേസ് പറയുന്നുണ്ടല്ലോ, അത്തറ് പുറത്തേക്ക്. അതൊരു ഒറിജിനലി നടന്ന കേസാണ്, കോഴിക്കോടോ മലപ്പുറത്തോ. ഓക്കെ. അപ്പൊ അത് ഹാൻഡിൽ ചെയ്ത ഒരു അഡ്വക്കേറ്റ് ആണ്, അത് ഇവരുടെ ഫ്രണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോ അപ്പം അത് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ നമുക്ക് കോൺഫ്ലിക്റ്റ് കിട്ടി. ഓക്കെ. അവിടെ നിന്ന് മുമ്പോട്ടും അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ അവർ ബിൽഡ് ചെയ്തതാണ്. എന്നിട്ട് പിന്നെ ഇവര് സ്ക്രിപ്റ്റ് വന്ന് എന്നോട് പറഞ്ഞു, അഭിലാഷ് എന്ന പേര്, അഭിലാഷ് എന്നാണ് പടത്തിന്റെ പേര്, എവറിത്തിങ് ദി സെഡ്, ആൻഡ് കാസ്റ്റിംഗ് ഇങ്ങനെയൊക്കെ ആയിരിക്കും, തൻവീറാമായിരിക്കും, അർജുൻ അശോകനായിരിക്കും, നവാസ് വള്ളിക്കുന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞു. സോ എവറിത്തിങ് ഐ ലൈക്ഡ്. അത് കഴിഞ്ഞിട്ട് എന്നോട് മുടി വളർത്താൻ പറഞ്ഞു. മുടി വളർത്തുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എന്റെ മുടി ഒരു പ്രത്യേക ടൈപ്പ് മുടിയാണ്. അത് വളർന്നു കഴിഞ്ഞാല് അത് താഴത്തോട്ട് ഇറങ്ങില്ല, അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരുള്ളൂ. അപ്പൊ ഇത് അവിടെ നിന്നും പൊങ്ങി ഇവിടെ നിന്നും പൊങ്ങി. അപ്പൊ നമ്മള് ലൊക്കേഷനിൽ പോകണമെങ്കിൽ നമുക്ക് ഹെയർ സ്റ്റൈലിസ്റ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ റെഗുലർ ജീവിതത്തിൽ ഹെയർ സ്റ്റൈലിസ്റ്റുമായിട്ടല്ലോ. അപ്പൊ അവിടെ കുഴപ്പമെന്ന് വെച്ചാല് ഇത് വളർത്തുന്നതിനിടയിൽ ഇത്
ഒതുങ്ങൂല. ആ അപ്പൊ ഞാൻ കുറച്ച് ദിവസമൊക്കെ മറ്റേ സ്പോർട്സ് കടയിൽ പോയിട്ട് മറ്റേ ഒരു ഇതൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ വെച്ച് നടന്നു. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ശീലമില്ലാത്ത കാരണം ആ എനിക്ക് ഭയങ്കര ഭയങ്കര ഇറിറ്റേഷൻ ഡിസ്കംഫർട്ട് ആയി പോയി. ആ ഡിസ്കംഫർട്ട്. അത് കഴിയുമ്പോൾ ഞാൻ മേക്കപ്പ് മാൻ റോണക്സിനെയും ഷംസിനെയും വിളിച്ചു പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്തോട്ടെ, എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അവനില്ല ചേട്ടാ, ടച്ച് ചെയ്യില്ല, നമ്മൾ വേറൊരു ഐഡിയ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ 2 പ്രാവശ്യം പറഞ്ഞിട്ടും ഇവർ സമ്മതിച്ചില്ല. പിന്നെ ഞാനും പോയി ആയിക്കോട്ടെ ഞാൻ പിന്നെ ആയിക്കോട്ടെ എന്ന് സഹകരിക്കാം. വെച്ചാൽ എങ്ങനെയെങ്കിലും പോയി സഹകരിക്കാന്ന് പറഞ്ഞു. ആ, എന്നിട്ട് ഞാൻ ഷൂട്ടിങ്ങിന് പോയി തലേ ദിവസമാണ് ഇവർ ഈ സാധനം ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ പിന്നെ മറ്റേ ബ്ലോവറൊക്കെ വെച്ചിട്ട് അവര് സെറ്റ് ചെയ്യും. സെറ്റ് ആക്കി അതെ, അപ്പൊ കുഴപ്പമുണ്ടായില്ല. നമുക്ക് ഈ ഒറ്റയ്ക്ക് ബ്ലോവർ യൂസ് ചെയ്യാനും പറ്റില്ല. ഇല്ല അത് ശീലം വേണത്. ആ പെണ്ണുങ്ങളൊക്കെ ചെയ്യുന്ന കാണാം, പക്ഷെ ആണുങ്ങൾ ആണുങ്ങൾക്ക് ചെയ്ത് കണ്ടിട്ടില്ല. അതിന്റെ ഇടയ്ക്ക്, ഈ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് ആ എനിക്ക് ദുബായിൽ നമ്മുടെ ഹരിച്ചേട്ടനുണ്ട്, ആ ഈ ലൈറ്റ് ഗ്രൂപ്പിന്റെ. യെസ് അപ്പൊ ഹരിച്ചേട്ടന്റെ ബയോഗ്രഫിയുടെ പുസ്തക പ്രകാശനമായിരുന്നു. യെസ് അപ്പൊ ഞാനത് ഓൾറെഡി കമ്മിറ്റ് ചെയ്തിരുന്നു. ആൻഡ് ഐ വാസ് ഇൻ മുക്കം ഇൻ കോഴിക്കോട്. എനിക്ക് തലേദിവസം ഭയങ്കര പനിയായി. ഓക്കെ പനിയായിട്ട് എനിക്കിത് വരാൻ പറ്റുമെന്ന് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ മരുന്ന് കഴിച്ചത് ശരിയായി. അപ്പൊ ഹെയർ ഒരു പ്രശ്നമാണല്ലോ. അപ്പൊ ഞാൻ ക്യാപ്പ് വയ്ക്കാറില്ല. എനിക്ക് മുടി കൊഴിഞ്ഞു പോകുന്നത് എൻ്റെ ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞാൻ ക്യാപ്പ് വയ്ക്കില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ തലേ ദിവസം രാവിലെ, അതായത് പിറ്റേ ദിവസം രാവിലെ എനിക്ക് എയർപോർട്ടിലെത്തണം. തലേ ദിവസം രാവിലെ തലേ ദിവസം രാത്രിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് എൻ്റെ മുടി ഞാൻ സെറ്റ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് രാവിലെ ഒരു അനങ്ങാണ്ട് ഇങ്ങനെ കിടന്നുറങ്ങി. ഇങ്ങനെ ഏതായാലും മുടി വികൃതമാകും, പിന്നെ അത് പ്രശ്നമാകും. എന്നിട്ട് മെയിൽ മാത്രം കഴിയിട്ട് ഞാൻ ദുബായിൽ വന്നു. ഞാനായിരിക്കും മെയിൽ മാത്രം കഴിയിട്ട് ദുബായിൽ വന്ന ഏകയാണ്. എന്നിട്ട് വന്ന് ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു. അന്ന് രാത്രി തന്നെ ഞാൻ തിരിച്ചും പോകുമായിരുന്നു. ഫേമസ് ഓൺടർപ്രണർ ആണ് ഹരി സർ, വെരി വെൽ നോൺ, വെരി റിനൗൺ. എന്നിട്ട് അത് ഹരിച്ചേട്ടൻ ആയതുകൊണ്ടാണ് ഞാൻ അത്രയും മനസ്സിലായി. എനിക്ക് പനിയുണ്ടായിരുന്നു, പിന്നെ മുടിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ഹരിച്ചേട്ടൻ വിളിച്ചുകൊണ്ട് മാത്രമേ ഞാൻ വന്നു, അല്ലെങ്കിൽ ഞാനത് സ്കിപ്പ് ചെയ്തേനെ. ഡെഫിനറ്റ്ലി ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, വെരി വാല്യുബിൾ. ഓക്കെ, അതിലെ ഒരു ക്ലാസിക് ഡയലോഗോട് കൂടി നമുക്ക് ഈ ചെറിയ സെഷൻ കൺക്ലൂഡ് ചെയ്യാം. നമ്മുടെ അഭിലാഷത്തില് യെസ് പ്ലീസ് ഏട്ടാ. എനിക്ക് ആക്ച്വലി ഞാൻ റീൽസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. എനിക്ക് ആ ഡയലോഗ് ആ സമയത്ത് ഞാൻ പഠിച്ചിരുന്നു, ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. ഏതെങ്കിലും ഏട്ടന് ഇഷ്ടമുള്ള ഒരു ഡയലോഗ് പറഞ്ഞോളൂ. സംതിങ് ഏട്ടൻ അഭിനയിച്ച കഥാപാത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് ദാറ്റ് ടച്ച്ഡ് യുവർ ഹാർട്ട്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കും ടച്ച് മൈ ഹാർട്ട് ഈസ് ലാസ്റ്റ് ഡയലോഗ്സ്. ഓക്കെ, അത് ഡെഫിനറ്റ്ലി ഏതെങ്കിലും ആ ഫീലോട് കൂടി. ഈ ലേല മജ്നുവിന്റെ കഥയിലെ ലേലെ വേറൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കും. പക്ഷെ മജ്നുവിന് സ്നേഹിക്കുന്നത് നിർത്താൻ പറ്റില്ലല്ലോ അല്ലെ? അത് കഴിഞ്ഞിട്ടുള്ള എനിക്ക് ഓർമ്മയില്ല, ബിറ്റ്സ് ആൻഡ് പീസസിൽ ഓർമ്മ. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. അല്ല, ഒരുപാടെന്നല്ലേ, എനിക്ക് തന്നെ ഇഷ്ടമാണ് ഷെറിനെ, എനിക്കത് മാത്രം മതി. ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാം, അതത്ര ഞാൻ കൺക്ലൂഡ് ചെയ്തേക്കാം. അപ്പോഴാണ് പെട്ടെന്ന് ഡയലോഗ് വരുന്നത്, എനിക്ക് നിന്റെ ലൈലാകാൻ പറ്റില്ല അഭിലാഷ്, എനിക്ക് മനസ്സിലാവുമല്ലോ. അവിടുന്ന് ആ സോങ് അങ്ങ് തുടങ്ങും, കൽവിനകം എന്നുള്ളത്. ഭയങ്കരമായിട്ട് പിന്നെ അത് എല്ലാ സിറ്റുവേഷനിലും ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും അപ്കമിങ് പ്രോജക്ട്സ് ആട് 3 ആണെന്ന് കേട്ടു. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദാറ്റ്. Thank you for your time. So right now we have Saiju Kurup at the commercial capital of UAE. This is Dubai. And thank you Eda, keep rocking. ഈ ഒരു ഹാർഡ് വർക്കിനും എന്താ പറയുക, യു പുട്ട് ഇൻ എഫേർട്സ്. അതായത് സിമ്പിളായിട്ട് ഇല്ല എന്ന് പറഞ്ഞു, പക്ഷെ ആ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് ആൻഡ് യു ഡു യുവർ പാർട്ട്, ബാക്കി ദൈവം ചെയ്യുന്നുള്ള വിശ്വാസത്തിൽ പോകുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള ആ ഒരു എന്താ പറയുക ഭാവുകങ്ങളും ഒക്കെ നേരുന്നു. ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിക്കാനാവട്ടെ. വി ഓഡിയൻസ് ആർ വെയിറ്റിംഗ് ഫോർ മോർ വണ്ടർഫുൾ റോൾസ് ഫ്രം ദി ആക്ടർ സൈജു കുറുപ്പ്. താങ്ക് യു ഏട്ടാ. താങ്ക് യു ഗൈസ്. പ്ലീസ് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടോ? റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ്. റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അല്ല, അങ്ങനെയാണ് മൈക്ക് പിടിക്കണം. ആട് 3 നമ്മള് തുടങ്ങിയായിരുന്നു. ആൻഡ് വി ഷോട്ട് ഫോർ 10 days. പാലക്കാടായിരുന്നു. കുതിരകളും ആടുകളും കാളകളും കോഴികളും 300 ആർട്ടിസ്റ്റുകളും ഒക്കെ ഉള്ളൊരു ഷൂട്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് മഴ പെയ്യും. മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും ഗ്രൗണ്ട് മൊത്തം നനഞ്ഞിരിക്കും. അതൊന്ന് ക്ലിയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് 45 മിനിറ്റ് കഴിയും. പിന്നെ നമ്മൾ അടുത്ത ഷോട്ടിൽ നമ്മൾ റെഡിയാവും. കുതിര നമ്മൾ പറയുന്ന സ്ഥലത്തൊന്നും നിൽക്കില്ലല്ലോ. കുറച്ചു നേരം അതിനെ ട്രെയിൻ ചെയ്ത 4 സ്റ്റെപ്പ് വയ്ക്കുമ്പോഴത്തേക്ക് അവിടെ മാസ്റ്റർ എന്തെങ്കിലും പറയുമ്പോൾ അതവിടെ നിൽക്കും. അതിന് പിന്നെ നമ്മൾ മറ്റേ ക്യാരറ്റും എള്ളുണ്ടയും മറ്റേ കപ്പലിൻ്റെ മിഠായി കൊടുക്കും. അതിന് ട്രീറ്റ് കൊടുക്കും.
സഹകരിക്കണേ പൊന്നു കുതിരെ. അപ്പൊ ഈ മഴ കാരണം നമ്മൾ ഒരുപാട് ടൈം വേസ്റ്റ് ആയി. ഓക്കെ അപ്പൊ അത് പ്രൊഡക്ഷൻ കോസ്റ്റിനെ കൂട്ടുമല്ലോ. ഓക്കെ. അപ്പൊ അത് കാരണം നമ്മൾ ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്തു. ഇനിയിപ്പോ നമ്മൾ എനിക്ക് തോന്നുന്നു 10 ഡേയ്സിനുള്ളിൽ. അപ്പൊ അതിന്റെ റീസ്കെഡ്യൂൾ ആവും. അതിന്റെ ഇടയ്ക്ക് വേറൊരു ഗുഡ് ന്യൂസ് വന്നത് നമ്മുടെ കാവ്യ ഫിലിംസ് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. സൂപ്പർ. അപ്പം വേണുചേട്ടനും ഈ പറഞ്ഞ പോലെ വിജയ് ബാബുവായിട്ട്. പുള്ളിയും UAE ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓൺടർപ്രീനർ ആണ്. നമ്മുടെ 2018 ഒക്കെ ഒരു വിഷണറി പ്രൊഡ്യൂസർ ആണ്. മാൻ ഓഫ് ലെസ് വേർഡ്സ് ആൻഡ് മോർ ആക്ഷൻ അല്ലേ? സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ മോർ സൈജു ഏട്ടാ. കീപ് റോക്കിംഗ്. ആൻഡ് എനിക്ക് തോന്നുന്നു മക്കൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ അബു തന്നെ അല്ലേ? എന്റെ മക്കൾക്ക് മകന് പിന്നെ അങ്ങനത്തെ ഒരു ഇതില്ല. ഇല്ല. മോൾക്ക് എന്റെ എല്ലാ ക്യാരക്ടറും ഇഷ്ടമാണ്. ഓ ചോടാ, സോ സ്വീറ്റ്. വൈഫിനോ? പുള്ളിക്കാരത്തേക്ക് ഏതെങ്കിലും ഫേവറേറ്റ് ക്യാരക്ടർ? എന്റെ നല്ല ക്രിട്ടിക്കാണ്. ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് ഒന്നും പറയാറില്ല. ആളെ സ്നേഹത്തോടെ എന്താ വിളിക്കുക? അനു. ചക്കരെ പൊന്നെ മുത്തേ. ചക്കര അതൊക്കെ ഭയങ്കര ക്രിഞ്ചല്ലേ? ഓ ഞാൻ വിചാരിച്ച അഭിലാഷത്തിന് ശേഷം എന്തെങ്കിലും. ഇല്ല, ഓൾവേസ് സൈജു സനു അല്ലേ? അത് അതിൽ തന്നെയുണ്ട്, എല്ലാം അതിൽ തന്നെയുണ്ട്. അപ്പൊ എന്തായാലും ഓക്കെ. ഇപ്പോഴാണോ പുള്ളിക്കാരത്തി കേട്ടാൽ എന്ത് വിചാരിച്ചേനെ. അപ്പം സൈജു ചേട്ടന്റെ ജാനിന് താങ്ക് യു സോ മച്ച്. ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഇസ് എ വുമൺ എന്ന് താങ്കൾ വീണ്ടും എന്താ പറയാ തെളിയിച്ചിരിക്കുകയാണ്. താങ്ക് യു വൺസ് അഗൈൻ. താങ്ക് യു സൈജു ചേട്ടാ. കീപ് റോക്കിംഗ്. താങ്ക് യു സോ മച്ച്.